മ്പോൾ സ്തോത്രം, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ വരുന്നത് എപ്പോഴാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ ഒരാൾ വിശ്വസിക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ അകത്ത് വരിക ചെയ്യുന്നത്. അപ്പം തിരുവചനം നമ്മളോട് പറയുന്നു, ആ വചനം ഒന്ന് ചിന്തിച്ച് നമുക്ക് തുടങ്ങാം. 1 കൊരിന്ത്യരുടെ ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനം. 1 കൊരിന്ത്യരുടെ ലേഖനം 12:3 വചനം ഇങ്ങനെ പറയുന്നു, "No one can say Jesus is God without the Holy Spirit." അതൊന്ന് വായിച്ചേ. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല. No one can say Jesus is Lord except by the Holy Spirit. Hallelujah. അപ്പം യേശു ദൈവമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് ഒരുവൻ്റെ അകത്ത് വരണം, അല്ലേ? അപ്പം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് സാൽവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. അത് സാൽവേഷൻ്റെ ഒരു ഗിഫ്റ്റ്. ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഒരു അടയാളമാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരുന്നത്. അതുകൊണ്ടാണ് വചനം നമ്മളോട് പറയുന്നത് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചിരിക്കുന്നു. വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എവിടെ വരുന്നത്? നമ്മളുടെ മനുഷ്യാത്മാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വരുന്നു. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, വചനം ഇങ്ങനെ പറയുന്നു, നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഇട്ടിരിക്കുന്നത് ലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ, നാം ദൈവമക്കളാണെന്ന് കാണിച്ചു കൊടുക്കാൻ, നമ്മളെ ദത്തെടുത്തിരിക്കുക. റോമൻസ് chapter 8 verse number 15 and 16. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 15-16 ഒന്ന് വായിച്ച്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആമേൻ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ അടിമകളായിരുന്നു, നമ്മൾ ദാസികളായിരുന്നു, ദാസന്മാരായിരുന്നു, പാപത്തിൻ്റെ അടിമയായിരുന്നു, ഭയത്തിൻ്റെ അടിമയായിരുന്നു. നമ്മൾ ഈ ലോകത്തിൽ മക്കളെന്നുള്ള പദവിയിൽ, പല ഒരു ഭവനത്തിനകത്ത് മക്കൾക്ക് എന്താ ഉള്ളത്? മക്കൾക്ക് അവകാശമുണ്ട്. മക്കൾക്ക് വീട്ടിൽ വരുന്ന വേലക്കാരോട് ഓർഡർ കൊടുക്കാൻ അവകാശമുണ്ട്, അല്ലേ? മക്കൾക്ക് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. മക്കളെങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കുന്നത്, പക്ഷേ ഭവനത്തിലുള്ള അപ്പനോട് ആലോചിച്ചിട്ട് അപ്പൻ്റെ കൂടെ ഇരുന്ന് തീരുമാനമെടുക്കുന്നു, അല്ലേ? അതുപോലെ മക്കൾക്ക് എല്ലാത്തിൻ്റെയും മേലെ അവർ ദാസന്മാരെയും ദാസിമാരെ പോലെയല്ല, അവർ അടിമകളെ പോലെയല്ല. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾക്ക് എല്ലാ വീട്ടിനകത്തുള്ള സകല സാധനങ്ങളുടെ മേലും സകല കാര്യങ്ങളുടെ മേലും അവർക്ക് അവകാശമുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? പരിശുദ്ധ ആത്മാവ് ഒരുവൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ മക്കളെന്നുള്ള പദവി കൊടുക്കുന്നു. അതുകൊണ്ട് വചനം ഇവിടെ പറയുന്നു, 15:8 പറയുന്നു, ഇൻസ്റ്റെഡ് യു റിസീവ്ഡ് ഗോഡ്സ് സ്പിരിറ്റ് വെൻ ഹി അഡോപ്റ്റഡ് യു ആസ് ഹിസ് ഓൺ ചിൽഡ്രൻ. അപ്പം നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ലഭിച്ചു. ദൈവം നമ്മളെ സ്വന്തം മക്കൾ ആയിട്ട് ദത്തെടുത്തത് കൊണ്ട്. അപ്പം നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത്? മക്കളെന്നുള്ള പദവിയിലാണ് ചെല്ലേണ്ടത്. ലീഗലിസം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്, ആത്മീയ കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. എങ്ങനെയാണോ ഒരു ഭവനത്തിനകത്ത് അപ്പൻ്റെ അടുക്കലേക്ക് മക്കൾ ചെല്ലുന്നത്, അതേപോലെ ആയിരിക്കണം ദൈവസന്നിധിയിലും നമ്മൾ ഓരോരുത്തരും ചെല്ലേണ്ടത്. ദൈവമേ, ഇത് നീ കാണുന്നില്ലയോ? ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ ദൈവം എന്നോട് തൃപ്തിയാകും. അങ്ങനെയൊന്നുമല്ല. നമ്മളിനി എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും ഒന്നും നമ്മളുടെ സാൽവേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ രക്ഷയുടെ കൂടെ നമുക്കൊരു അല്പം
അപ്പവും കൂടി ഒന്നും ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് എന്താണ് വചനം പറയുന്നത്? ഫോർ ഹിസ് സ്പിരിറ്റ്, അതിൻ്റെ 16, ഫോർ ഹിസ് സ്പിരിറ്റ് ജോയിൻസ് വിത്ത് ആർ സ്പിരിറ്റ് ടു അഫേം ദാറ്റ് വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവുമായിട്ട് പറ്റിച്ചേർന്ന്, ദൈവത്തിൻ്റെ ആത്മാവിന് പിന്നെ ഇവിടെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാണ് പിന്നെ ഇവിടെ മൊത്തം നിയന്ത്രിക്കാനായിട്ടുള്ള അവകാശം. ഇത് ലോകത്തിനോട് വിളിച്ചു പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന്. അപ്പം നമ്മൾ ജീവിക്കേണ്ടത് ദൈവമക്കളെ പോലെ, നമ്മുടെ സംസാരങ്ങൾ ദൈവമക്കളെ പോലെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവമക്കളെ പോലെ. എഫെസ്യരുടെ 4 വചനം ഇങ്ങനെ പറയുന്നു, ആൻഡ് ഡു നോട്ട് ബ്രിങ് 4:30 ആൻഡ് ഡു നോട്ട് ബ്രിങ് sorrow to God's Holy Spirit by the way you live. Remember, He has identified you as His own, guaranteeing that you will be saved on the day of redemption. അന്നുവെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിന് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം മുദ്ര വെച്ചിരിക്കുക, കണ്ടോ? അപ്പം എവിടാണ് ആ മുദ്ര വീണിരിക്കുന്നത്? പറഞ്ഞ് എൻ്റെ അകത്ത്. അപ്പം ചിലപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനിയും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഇരിക്കത്തില്ല, പരിശുദ്ധാത്മാവ് അങ്ങ് പോകും. ഇല്ല, തിരുവചനം നമ്മളോട് ഉറപ്പും ധൈര്യവും പറയുന്നു, നമ്മൾ എന്ന് രക്ഷപ്പെട്ടോ, യേശു എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞോ, അന്ന് തൊട്ട് പരിശുദ്ധ ആത്മാവ് നമ്മളുടെ ആത്മാവുമായിട്ട് വന്ന് മുദ്ര വെച്ച് സീൽ ചെയ്ത് ഇനിയും പോകത്തില്ല. ഒരു സീല് തൂത്തുമായിഞ്ഞു പോവുമോ? പോകത്തില്ല. അതേപോലെ തന്നെ അതിലും അപ്പുറമായി നമ്മളെ പരിശുദ്ധ ആത്മാവിൽ സീൽ ചെയ്തത് കൊണ്ട് ആര് തൂത്താലും മായിച്ചാലും പരിശുദ്ധാത്മാവ് പോവത്തില്ല. 2, ഹല്ലേലൂയ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇട്ടേച്ചല്ല പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഇട്ടേച്ച് പോയാൽ പിന്നെ യേശു നമുക്ക് വേണ്ടി മരിക്കേണ്ടിയില്ലായിരുന്നു, യേശു നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം അനുഭവിക്കേണ്ടിയില്ലായിരുന്നു. ഹല്ലേലൂയ, പിതാവായ ദൈവം പുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തരണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഇട്ടേച്ചു പോകത്തില്ല. പക്ഷെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനം നമ്മളോട് പറയുന്നു, പരിശുദ്ധ ആത്മാവിരുന്ന് ദുഃഖിക്കും. കണ്ടോ? എഫെസ്യരുടെ ലേഖനം 4:30 തിരുവചനം പറയുന്നു, ആൻഡ് ഡു നോട്ട് ബ്രിങ് സോറോ ടു ഗോഡ്സ് ഹോളി സ്പിരിറ്റ് ബൈ ദ വേ യു ലിവ്. നിങ്ങളുടെ ജീവിത ശൈലി കാരണം, നിങ്ങളുടെ സംസാരം കാരണം, നിങ്ങളുടെ നടപ്പ് കാരണം, ഇരിപ്പ് കാരണം, നോട്ടം കാരണം, കിടപ്പ് കാരണം, കൊടുക്കൽ വാങ്ങൽ കാരണം പരിശുദ്ധ ആത്മാവ് ഒരുവനെ ഇട്ടേച്ചു പോകത്തില്ല. പക്ഷെ പരിശുദ്ധ ആത്മാവ് അകത്തിരുന്ന് ദുഃഖിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞെരുങ്ങും, പരിശുദ്ധാത്മാവ് സങ്കടപ്പെടും. പരിശുദ്ധാത്മാവ് ഒരിക്കലും പറയത്തില്ല, അയ്യോ ഇവൻ്റെ അകത്തേക്കാണല്ലോ വന്നത്, ഒരിക്കലും പറയത്തില്ല. എന്താന്ന് വെച്ചാൽ രക്ഷ കർത്താവിൻ്റെതാണ്, രക്ഷ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ആകർഷണം ഇട്ട് തരുന്ന പിതാവിന് നമ്മുടെ മേൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വ ബോധം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവിനെ നമ്മളുടെ മേലിട്ടിരിക്കുന്നത്. യൂദായുടെ ലേഖനം ത്തിനകത്ത് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, അതിൻ്റെ 24 തിരുവചനം, യൂദ വെളിപാടിന് തൊട്ട് മുമ്പുള്ള ലേഖനമാണ്. ജൂഡ് വേഴ്സ് നമ്പർ 24, യൂദ 24. Now all glory to God who is able to keep you from falling away and will bring you with great joy into his glorious presence without a single fault. എന്ന് വായിച്ചേ. വീഴാത്തവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പം ശക്തിയുള്ളവൻ നമ്മളുടെ അകത്ത് കയറി. ഹല്ലേലൂയ. ഈ ശക്തിയുള്ള പരിശുദ്ധ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? നമ്മളെ ദിനം തോറും നമ്മളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളുടെ മേൽ രക്ഷ വന്നു. അപ്പം ഈ രക്ഷ എവിടെ വന്നേ? എൻ്റെ അകത്താ വന്നത്. പരിശുദ്ധ ആത്മാവ് ആയ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം എൻ്റെ അകത്ത് വന്നതുകൊണ്ട് എന്നെയും നിങ്ങളെയും അകത്തിരുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുവാണ്. നമ്മൾ നടക്കേണ്ട വഴി, ഇരിക്കേണ്ട വഴി ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്യുവാണ്.
സ്തോത്രം. അപ്പോൾ ഈ മുദ്ര വീണ് നമ്മുടെ മേൽ മുദ്ര വന്ന പരിശുദ്ധയാത്മാവ് നമ്മളെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ ഹല്ലേലൂയ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. എന്തിനാ? നമ്മൾ നിഷ്കളങ്കരായി, വിശുദ്ധരായി, കുറ്റമില്ലാത്തവരായി, പാപമില്ലാത്തവരായി ഒരു നാള് ദൈവസന്നിധിയിൽ നിൽക്കണം. പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് കുറ്റബോധം, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ തെറ്റുകൾ ഏറ്റുപറയുന്നത്, എന്നിട്ട് കർത്താവിനോട് പറയുന്നത്, ക്ഷമിക്കാൻ പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളോട് സംസാരിച്ചിട്ട് അത് ചെയ്യല്ല, ഇങ്ങനെ പോകല്ല, അങ്ങനെ നടക്കല്ല എന്ന് നമ്മളെ ഉപദേശിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യരുടെ ലേഖനം 6:17 ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 6 verse number 17. But the person who is joined to the Lord is one spirit with him. Hallelujah. ഒന്ന് വായിച്ചേ. 6:17. ആ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. പരിശുദ്ധ ആത്മാവ് കർത്താവുമായി പറ്റിച്ചേരുന്നതോ അവൻ ഏക ആത്മാവാകുന്നു. എന്താ? ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. അവനെ ആരാധിക്കുന്നവരൊക്കെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പം തിരുവചനം പറയുന്നു, പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്ര എൻ്റെ മേൽ വീണു. എവിടെ വീണു? എൻ്റെ അകത്ത് വീണു. ഹല്ലേലൂയ. ഈ പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്ര എൻ്റെ ആത്മാവിൻ്റെ മേൽ വീണു. മനുഷ്യ ആത്മാവിൻ്റെ മേൽ പരിശുദ്ധ ആത്മാവിൻ്റെ മുദ്ര വീണ് ഇനി എൻ്റെ ആത്മാവിനല്ല അവിടെ ശക്തിയും പ്രാബല്യവും, അവിടെ പരിശുദ്ധ ആത്മാവിനാ പ്രാബല്യം. ഈ പരിശുദ്ധ ആത്മാവ്, ദൈവവുമായിട്ട് പരിശുദ്ധ ആത്മാവിൽ ചേർന്നവൻ ഇനി എന്താണ്? ഇനി നമ്മൾ ഓരോരുത്തരും ആത്മസൃഷ്ടികളാണ്. അതാ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് ആത്മാവിനാലും ജലത്താലും ജനിക്കുന്നവരെല്ലാവരും ഹല്ലേലൂയ അവർ ദൈവമക്കളാണ്. അവര് കാറ്റാണ്, അവര് ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധ ആത്മാവ്, അപ്പം ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് പറ്റിച്ചേരുന്ന ഓരോരുത്തരും എന്തായിത്തീരും? ഹല്ലേലൂയ. അവര് ദൈവവുമായിട്ട് ഒരു ആത്മാവായി തീരുക. നമ്മൾ അതാണ് നമ്മളെ പറയുന്നത് ആത്മ മനുഷ്യരെന്ന്, ആത്മീയര് എന്നൊക്കെ പറയുന്നില്ലേ? സ്തോത്രം. അപ്പം ആത്മീയ ജീവിതത്തിലൂടെ നടക്കുന്നവര്. അപ്പോൾ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു. അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ വിശ്വാസത്തിലൂടെ കൊണ്ടുപോകും. വേറൊരു പരിശുദ്ധാത്മാവിന് വേറൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ. അപ്പം അതിൻ്റെ പുറമോട്ടൊന്ന് പോകാം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിനകത്ത് വന്നപ്പം യേശു കർത്താവ് 20-ാം അധ്യായത്തിനകത്ത് വന്നപ്പം യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ വന്ന് പരിശുദ്ധാത്മാവിനെ ഊതി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇനിയും നിങ്ങൾ ആർക്കൊക്കെ ക്ഷമിക്കുന്നോ അവരുടെയൊക്കെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഇതിനു മുമ്പ് ഇവരൊക്കെ സ്നാപ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടവരായി. ഇവരൊക്കെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. Once when he was eating with them, he commanded them, do not leave Jerusalem until the Father sends you the gift he promised, as I told you before. John baptized with water, but in just a few days you will be baptized with the Holy Spirit. ഒന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 1:4-5. പിന്നെ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പം ജലത്താൽ സ്നാനപ്പെട്ടു. അവരുടെ വിശ്വാസം കാണിച്ചു. അവർ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നു. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ പുറത്ത്, നിങ്ങളുടെ മേല് പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ. അപ്പം ഇവർ വിശ്വസിച്ചു, ഇവർ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വരുമ്പോൾ പരിശുദ്ധ ആത്മാവ് ഇവരുടെ മേൽ വന്നിട്ട് അതിനകത്തൊരു വാക്യമുണ്ട്, 4-ാം തിരുവചനം 2:4. And everyone present was filled with the Holy Spirit and began speaking in other languages as the Holy Spirit gave them this ability. അന്ന് വായിച്ച്. 2-ന്റെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആസ് ദ ഹോളി സ്പിരിറ്റ് ഗേവ്. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവർക്ക് കഴിവ് കൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്ന്
ഇറങ്ങി, തീനാവായി ഇറങ്ങി. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു പത്രോസ് ഇറങ്ങി നിന്ന്, അപ്പോസ്തല പ്രവൃത്തി 2:14, then Peter stepped forward. അപ്പം എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുക, അങ്ങനെയൊക്കെ നമ്മൾ പത്രോസിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വഴുതി പോവാൻ സാധ്യതയുള്ളവനും ഒക്കെയായ പത്രോസ് എന്ത് ചെയ്തു? പരിശുദ്ധ പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ തൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതാണ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ പവറാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടത്. ഹല്ലേലൂയ. അപ്പം പത്രോസ് എന്താ ചെയ്തത്? ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങി. ധൈര്യമില്ലാത്തവന് പെട്ടെന്ന് ധൈര്യം വന്നു. തള്ളിപ്പറഞ്ഞതും കുറ്റം പറഞ്ഞതും ഒക്കെയായി നിന്നവൻ പെട്ടെന്ന് യേശുവിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ആത്മാവിൻ്റെ എബിലിറ്റി പത്രോസിൻ്റെ മേൽ കൊടുത്തു. ഹല്ലേലൂയ. ഈ എബിലിറ്റിക്ക് വേണ്ടിയാണ് ഇവർ മാളിക മുറിക്കകത്ത് കാത്തിരുന്ന് എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അപ്പം എല്ലാവരുടെയും അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകലരുടെയും അകത്ത് പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം എന്താ? നമ്മളെ വിശുദ്ധിയോടെ നിത്യതയിലേക്ക് എത്തിക്കാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഒരു മാൻഡിൽ പോലെ അഭിഷേകത്തോടെ, അതിനാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ഇവർക്ക് എന്താണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ലഭിച്ചത്? ഇവർക്ക് ആത്മസ്നാനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അകത്ത് വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പവർ അല്ലെങ്കിൽ എബിലിറ്റി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്കകത്ത് ശക്തിയുണ്ട്. ഈ വ്യക്തിയുടെ ശക്തി ഇവരുടെ മേൽ പകരപ്പെട്ടപ്പോൾ ഇവർ ഇത്രയും നാളും ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കുറേ ആൾക്കാർ അവർ വിശ്വസിച്ച് സ്നാനപ്പെട്ട് അവർ സഭയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ അവർ രക്ഷയുടെ പാതയിലൂടെ നടന്നു. പക്ഷെ അതിനകത്ത് വേറെ കുറേ പേര് അപ്പോസ്തലന്മാരായും ശുശ്രൂഷക്കാരായും ഒക്കെ അവരെ തിരഞ്ഞെടുത്ത് അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത്. ഒരു ശീമോൻ വന്നിട്ട് വായും പൊളിച്ച് നോക്കി നിന്നു. ഫിലിപ്പോസിൻ്റെ കയ്യാലും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കയ്യാലും മഹാ അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടപ്പം സൈമൺ എന്താണ് പറഞ്ഞത്? ഞാൻ കുറേ പണം തരാം, എനിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. 8:18 അന്ന് വായിച്ചേ. When Simon saw that the Spirit was given when the apostles laid their hands on people, he offered them money to buy this power. അന്ന് വായിച്ചേ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാണ് ശരിക്കും അവിടെ വരേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ പവർ. ഹല്ലേലൂയ. അപ്പോൾ അവരെങ്ങനെയാ ശുശ്രൂഷകൾ? അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലത്രേ. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, ശുശ്രൂഷയ്ക്കകത്തേക്ക് ഇറങ്ങേണ്ടവരൊക്കെ എല്ലാവരുടെയും മേൽ യേശു കർത്താവാന്ന് പറയുന്ന സകലരുടെ മേൽ ആത്മാവ് വന്നിട്ടുണ്ട്. എല്ലാവരും എന്നുവെച്ചാൽ യേശു കർത്താവാണെന്ന് പരിശുദ്ധ ആത്മാവ് കൂടാതെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അടുത്ത ഒരു തലത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ, ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ, എൻ്റെ കൈയാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മസ്നാനത്തിനു വേണ്ടി ദാഹിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി ആത്മാവിൻ്റെ മേൽ, മനുഷ്യ ആത്മാവിൻ്റെ നമ്മളുടെ ആത്മാവിൻ്റെ മേൽ വന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറത്തു വരുന്നത് ആഗ്രഹിക്കണം. നമ്മൾ എത്ര ശ്രമിച്ചാലും ഹല്ലേലൂയ നമ്മൾക്ക് ഒരു കാര്യം, ഒരു ഇലയെ പോലും അനക്കാൻ പറ്റത്തില്ല, ഒരാളുടെ രോഗം പോലും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അൺലീഷ് ആകുമ്പോഴാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. എല്ലാവരുടെയും മേൽ പകർന്നിരിക്കുന്ന ഒരേപോലത്തെ ആത്മാവാ ഹല്ലേലൂയ. പക്ഷേ എവിടെ നമ്മൾ വിട്ടുകൊടുക്കുന്നോ, ദൈവത്തിന് എൻ്റെ ജീവിതത്തിനകത്ത് പൂർണ്ണമായി കൺട്രോളിന് വിട്ടുകൊടുക്കുന്നോ, ഹല്ലേലൂയ, എവിടെ സമർപ്പിക്കുന്നോ, എവിടെ ഞാനൊന്നുമില്ല
അടിയനിതാ എന്നിലൂടെ അങ്ങ് വെളിപ്പെടണം എന്ന് പറഞ്ഞു നിൽക്കുന്നോ, അവിടെയാണ് അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറത്തേക്ക് വരുന്നത്. സ്തോത്രം. മനുഷ്യബുദ്ധിയെ താത്തുവെച്ച് മനുഷ്യ ചിന്തകളെ എല്ലാം നിർവീര്യമാക്കി നമ്മളുടെ ഇവിടെ പത്രോസും യോഹന്നാനും ഇവരെല്ലാവരും മാളിക മുറിക്കകത്തിരുന്നപ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വന്നിട്ട് ഇവർ അന്യഭാഷകളിൽ സംസാരിച്ചു. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ വചനം നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 2 തന്നെയുണ്ട്. 17-18 വാക്യങ്ങൾ കണ്ടോ. അതിനകത്ത് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 2:17-18 യോയേൽ പ്രവാചകൻ പ്രവചിച്ച കാര്യം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിൻ്റെ മേലും ഒഴുക്കിക്കൊടുക്കും. അപ്പം വിശ്വസിക്കുന്ന എല്ലാവരുടെ മേൽ ആത്മാവിനെ ഒഴുക്കിക്കൊടുക്കും. പക്ഷേ ആത്മാവിനെ സ്വീകരിച്ച് എവിടെ ഈൽഡ് ചെയ്യുന്നോ, എവിടെ സറണ്ടർ ചെയ്യുന്നോ, എവിടെ വിട്ടുകൊടുക്കുന്നോ, ഹല്ലേലൂയ, ഞാനില്ല, യേശുവാണ് മൊത്തം, ദൈവമാണ് മൊത്തം എന്ന് പറഞ്ഞ് ചിന്തയിലും സംസാരത്തിലും സകലത്തിലും എല്ലാ പ്രവൃത്തിയിലും വിട്ടുകൊടുത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവിടെ ദ മാന്റൽ ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവായ വ്യക്തി, ത്രിയേകത്തിൽ മൂന്നാമനും അതിശക്തനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഫുൾ നിയന്ത്രണം എടുക്കും, കൺട്രോൾ എടുക്കും. എന്നിട്ട് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പം കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകണമെങ്കിൽ ഹല്ലേലൂയ എൻ്റെ അകത്തെ പരിശുദ്ധാത്മാവിൻ്റെ അളവ് കുറഞ്ഞിട്ടല്ല, പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഇടം കൊടുക്കാഞ്ഞിട്ട് കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകാത്ത. മനസ്സിലായി? എന്ന് വെച്ചാൽ നമ്മുടെ മേൽ ഈ ശക്തിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മേൽ ശക്തിയുണ്ട്. പക്ഷേ ഈ ശക്തിക്ക് നമ്മൾ ഇടം കൊടുക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. എന്നിട്ട് അവിടെ വചനം പറയുന്നു, ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ കൊടുക്കും, എല്ലാവരും പ്രവചിക്കും, എല്ലാവരും കാഴ്ചകൾ കാണും, ഹല്ലേലൂയ ദർശനങ്ങൾ കാണും, അല്ലേ? സകലവർക്കും അവകാശമുണ്ട്. വിളിച്ചു യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ അധികാരം പകർന്നിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുന്നത് ശക്തിയോടെയും അധികാരത്തോടെയും എല്ലാമായിട്ട്. ഹല്ലേലൂയ. പക്ഷേ ഈൽഡ് ടു ദ ഹോളി സ്പിരിറ്റ്, സറണ്ടർ ടു ദ ഹോളി സ്പിരിറ്റ്, നമ്മൾ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ഞാനില്ല എന്ന് പറഞ്ഞ് എൻ്റെ മനുഷ്യബുദ്ധി എല്ലാം ഒന്നുമില്ലാതായിപ്പോയി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പോകും തോറും ആത്മസ്നാനം പരിശുദ്ധാത്മാവ് നടത്തി പൂർണ്ണമായി നമ്മളുടെ അകത്തുനിന്ന് കവിഞ്ഞു പുറത്തേക്ക് ദൈവത്തിൻ്റെ തേജസ് വരുമ്പോഴാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു അത്ഭുതവും നടക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒരു രോഗസൗഖ്യവും നടക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഞങ്ങൾ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണുന്നു കർത്താവേ. സ്നാനപ്പെട്ടതും കൊണ്ടായില്ല, പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കാൻ കർത്താവെ കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവ് ആരെയും വിട്ടേച്ച് പോകത്തില്ല. എൻ്റെ കർത്താവെ, എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പലപ്പോഴും ചിന്തിച്ചിരിപ്പുണ്ടെങ്കിൽ, അയ്യോ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഇട്ടേച്ചു പോയി, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവ് ഇട്ടേച്ചു പോയതല്ല, പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതെ പോയതാ. കർത്താവെ, ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.